ശേഖര ഒന്ന് ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. അതിനല്ല, ഒന്നങ്ങോട്ട് ഒരു കാര്യം. അതെ, പേരൂരി 5 ഗുണ്ടകളെയും കൊണ്ട് വരാന്ന് നീ വാക്ക് പറഞ്ഞത് കൊണ്ടാ ഞാൻ കടയുടെ ചാവിയായിട്ട് വന്നത്. തൈക്കോട്ട് ബസ് സ്റ്റോപ്പിൽ ദാ നീ ഈ നത്തിനെയും കൊണ്ട് നിൽക്കുന്നത് ദൂരെ എന്ന് കണ്ടപ്പോഴേ എന്നെ നെഞ്ചൊന്ന് പാളി. പിന്നെ മലർവാടിയിലെ പിള്ളേര് നാട്ടിലില്ലാന്ന് കേട്ടതിന്റെ ഒറ്റ ധൈര്യത്തിലാ ഞാൻ നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. ആ ധൈര്യം നീ കൈവിടണ്ട പ്രേമ. ഓ, നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കെ. ആ നിൽക്കുന്നവനെ 7ാം ബ്ലാക്ക് ബെൽറ്റാ. അണ്ടല്ലൂർക്കാവിലെ ഉത്സവത്തിന് 50 പേരെയാ അവനിടിച്ച് താഴെയിട്ടത്. പിന്നെ എന്റെ കാര്യം അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ട് പോയി കട തുറക്ക്. നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല. ശേഖരനാ പറയുന്നത്. അണ്ടല്ലൂർ കാവും 7ാം ബ്ലാക്ക് ബെൽറ്റും ഒക്കെ സത്യം തന്നെയാണോ എന്തോ. വേണ്ട. കുമാരേട്ടനില്ലാതാവുന്നതിനെ കുറിച്ച് ഒരാൾ ആലോചിക്കുന്ന പോലും ഞങ്ങളെ സഹിക്കില്ല. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ആ മനുഷ്യൻ. ശേഖര, അടിക്കണവനെ ഇപ്പോഴാ അടിക്കണവനെ. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. അടി അടി. എവിടെ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോടാ നത്ത, ഓടിക്കോ. നിനക്ക് പ്രാന്താള വേടാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഓടാ നല്ലുകൊള്ളി. മുതലാളി മുതലാളി മുതലാളി. ഈശ്വരാ, ഇയാടെ കാറ്റ് പോയോ? പൈന്റ് പൈന്റെങ്കിൽ പൈന്റ്. മുതലാളി, എന്റെ സ്കൂട്ടർ, എന്റെ സ്കൂട്ടർ, എന്റെ സ്കൂട്ടർ. മുതലാളി ഒന്ന് അടങ്ങ്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? അവന്മാരെ വെറുതെ വിടില്ല. പണ്ട് ലണ്ടനിൽ നിന്ന് വന്ന ഒരു ഗ്രിഗറി സേപ്പ് എന്റെ മുത്തച്ഛന് സമ്മാനമായിട്ട് കൊടുത്തത്. ഇയാളുടെ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരനായിരുന്നില്ലേ? ടോട്ടൽ ജനറേഷനേ ശരിയല്ല. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ ഇനി എന്താ ചെയ്യാ? മുതലാളി, ആവേശം ഒന്നിനൊരു പരിഹാരമല്ല. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താ. സാക്ഷി പറയാൻ ഒരുത്തനെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് അവന്മാരെ പൊക്കാം. ഞാനൊന്ന് നോക്കട്ടെ.